പ്രഭാത ചിന്തകളിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 2025 ജനുവരി മാസം 13 ഹിജ്റ വർഷം 1446, റജബ് മാസം 12, കൊല്ലവർഷം 1200, ധനുമാസം 30, ചൊവ്വാഴ്ച. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണെന്ന് വിശേഷിപ്പിച്ച അമേരിക്കയിലെ അതിസമ്പന്നർ താമസിക്കുന്ന ലോസ് ആഞ്ചലോസ്. കോടീശ്വരന്മാരുടെയും ബോളിവുഡ് സിനിമാ താരങ്ങളുടെയും ആശാകേന്ദ്രവും അവരുടെ ആവേശവുമായിരുന്നു ലോസ് ആഞ്ചലോസ്. അഗ്നി വിഴുങ്ങുന്ന അതിദയനീയമായ കാഴ്ച ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് നിസ്സഹായമായി കണ്ടു നിൽക്കാനേ കഴിയുന്നുള്ളൂ. എത്ര വലിയ ശക്തിയാണെന്ന് പറഞ്ഞാൽ അഹങ്കരിച്ചാലും ഇത്രയേ ഉള്ളൂ എന്ന് ലോകത്തോട് നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് അവിടെയുള്ള ഓരോ ജീവനുകളും. 300 കോടിയുടെ ആഡംബര വീടുകൾ മുതൽ ഇങ്ങോട്ട് പലതും കത്തി നശിക്കുന്ന അതിദയനീയമായ കാഴ്ച. എത്ര തന്നെ സുരക്ഷിതരെന്ന് പറഞ്ഞാലും ഒരു തലത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ കത്തിച്ചാമ്പലാവുന്ന അതിദയനീയമായ കാഴ്ച. പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് മുമ്പിൽ എത്രയോ ഉണ്ടായിട്ടുണ്ട്. ആ പ്രകൃതി ദുരന്തങ്ങളെ ഒക്കെ മറികടന്നുകൊണ്ട് അതിദയനീയമായ തീക്കാറ്റുകൾ കൊണ്ട് ഒരു നാട് മുഴുവൻ കത്തിച്ചാമ്പലാകുന്ന അവസ്ഥയാണ് ലോസ് ആഞ്ചലോസിലുള്ളത്. അവരുടെ അധ്വാനമാണ് കത്തി നശിച്ചു പോയത്. തങ്ങളിനിയും അധ്വാനിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോഴും ആ ജീവനെങ്കിലും തിരിച്ചു പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് ലോസ് ആഞ്ചലോസിലെ കോടീശ്വരന്മാർ. കേവലം 1-2 രാത്രികൾ കൊണ്ട് കോടീശ്വരന്മാരൊക്കെ, സമ്പന്നരന്മാരൊക്കെ പാപ്പരായി റോഡരികിലൂടെ പ്രാണനു വേണ്ടി ഓടി നടക്കുന്ന നിസ്സഹായമായ കാഴ്ചയാണ് ലോകം ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസയിലെ ആയിരക്കണക്കിന് മനുഷ്യരുടെ മുകളിലേക്ക് ഈ തുപ്പുന്ന ബോംബർ മിസൈലുകൾ കൊണ്ട് ഒരു ജനതയെ ഒന്നാകെ കൊന്നു തള്ളുമ്പോൾ വെന്തുരുങ്ങുന്ന പലസ്തീൻ മക്കളെ കണ്ടില്ലെന്ന് നടക്കുക മാത്രമല്ല, എല്ലാവിധ സഹായങ്ങളും ഇസ്രായേലിന് ചെയ്തു കൊടുത്തു അമേരിക്ക. അഹങ്കാരികളെ ഒരു നാൾ ദൈവം പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും. ജീവിതം കടലോരത്തെ കരിങ്കല്ല് പോലെ ആകണം. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും തിരമാലകൾ പോലെ വന്നടിച്ചാലും പതറാതെ നേരിടണം. അതാണ് ജീവിതം. പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് കേൾക്കാം. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു.